പണം കൊയ്യാൻ ഭാസ്കറും തീയിടാൻ രാക്ഷസനും രണ്ടാം ഭാഗത്തിന് ദുൽഖർ സൽമാന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലക്കി ഭാസ്കറിനും വിഷ്ണു വിശാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം രാക്ഷസനും രണ്ടാം ഭാഗം. വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ ദുൽഖറിന്റെ തെലുങ്ക് കരിയറിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. ലക്കി ഭാസ്കറിന്റെ രണ്ടാം ഭാഗം അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കും. മീനാക്ഷി ചൗധരി നായികയായ ലക്ഷ്മി ഭാസ്കർ കേരളത്തിലും മികച്ച വിജയം നേടി. വിഷ്ണു വിശാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ രാക്ഷസിന്റെയും രണ്ടാം ഭാഗം അടുത്ത വർഷം ആരംഭിക്കും. സൈക്കോളജിക്കൽ ത്രില്ലറായ രാക്ഷസനിൽ അമല പോൾ ആയിരുന്നു നായിക. രാംകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് രാക്ഷസുഡു എന്ന പേരിലെത്തി. ബെല്ലംകൊണ്ട ശ്രീനിവാസ് നായകനായി എത്തിയ ചിത്രത്തിൽ അനുപമ പരമേശ്വരനാണ് നായിക. വിഷ്ണു വിശാൽ നായകനായ ഗാട്ടാ ഗുസ്തിയും രണ്ടാം ഭാഗത്തിന് ഒരുങ്ങുന്നുണ്ട്. ഐശ്വര്യലക്ഷ്മി ആയിരുന്നു ഗാട്ടാ ഗുസ്തിയിൽ നായിക. ഫാഫാബായിൽ ഇന്ന് മോഹൻലാൽ ജോയിൻ ചെയ്യും. 14 വർഷത്തിനു ശേഷം മോഹൻലാലും ദിലീപും പാലക്കാടും എറണാകുളത്തും ചിത്രീകരണം. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മാസ് കോമഡി ചിത്രം ഫാഫാബായുടെ കൊച്ചിയിലെ ലൊക്കേഷനിൽ മോഹൻലാൽ ഇന്ന് ജോയിൻ ചെയ്യും. അതിഥി വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. 10 ദിവസത്തെ ഡേറ്റാണ് മോഹൻലാൽ നൽകിയിട്ടുള്ളത്. കൊച്ചിയിലും പാലക്കാടും ചിത്രീകരണമുണ്ട്. ഇതോടെ പാക്കപ്പ് ആകും. 14 വർഷത്തിനു ശേഷം മോഹൻലാലും ദിലീപും വീണ്ടും ഒരുമിക്കുകയാണ്. 2011 ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗൺ എന്നീ ചിത്രങ്ങളാണ് ഇരുവരും അവസാനം ഒരുമിച്ച് അഭിനയിച്ചത്. ചൈന ടൗൺ ആണ് അവസാനം റിലീസ് ചെയ്ത ചിത്രം. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഫാഫാബായിൽ സിദ്ധാർത്ഥ് ഭരതൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, അശോകൻ, സുരേഷ് കുമാർ, നോബി, സെന്തിൽ കൃഷ്ണ, ശരണ്യ പൊൻവർണ്ണൻ തുടങ്ങി നീണ്ട താരനിരയുണ്ട്. താരദമ്പതികളായ ഫാഹിം സഫറും നൂറും ഷെരീഫും ചേർന്നാണ് തിരക്കഥ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മാണം. അതേസമയം മഹേഷ് നാരായണൻ ചിത്രം കൊച്ചിയിൽ ഷെഡ്യൂൾ പാക്കപ്പായി. അടുത്ത ഷെഡ്യൂൾ തീരുമാനിച്ചിട്ടില്ല. ഫാഫാബ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ജയിലർ 2 ജോയിൻ ചെയ്യും.